അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 1. പൗലോസും ശീലാസും തിമോഥെയോസും പിതാവായ ദൈവത്തിലും കർത്താവായ യേശുക്രിസ്തുവിലുമുള്ള തെസലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഞങ്ങൾ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഫലമായ പ്രവൃത്തിയും സ്നേഹത്തിന്റെ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയുടെ സ്ഥിരതയും പ്രാർത്ഥനയിൽ നിരന്തരം ഓർത്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിന് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ഏറെ നിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ എത്തിയത്. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ ജീവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കഠിനമായ കഷ്ടതയിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെയും കർത്താവിന്റെയും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മാസിഡോണിയയിലും അഖായിയയിലുമുള്ള സകല വിശ്വാസികൾക്കും മാതൃകയായി തീർന്നു. കർത്താവിന്റെ വചനം നിങ്ങളിൽ നിന്ന് മാസിഡോണിയയിലും അഖായിലും പ്രതിധ്വനിച്ചുവെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം എല്ലായിടത്തും പ്രസിദ്ധമാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും പറയേണ്ടതില്ല. നിങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തത് ഏതു വിധമായിരുന്നുവെന്ന് അവർ തന്നെ വിവരിക്കുന്നുവല്ലോ. ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവിടുന്ന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള ക്രോധത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനുമായി നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും അവർ പ്രസ്താവിക്കുന്നു.